വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ഇളം പിങ്ക് നിറത്തോടു കൂടിയ നല്ല ക്രീമി ആയിട്ടുള്ള പാലടയാണ് ഇന്നത്തെ റെസിപ്പി. വേറെ 4 ഇൻഗ്രീഡിയൻസ്, 2 സ്റ്റെപ്പ്, അത്രയും മാത്രമേ ഉള്ളൂ ഈ പാലട തയ്യാറാക്കി എടുക്കാനായിട്ട്. പെർഫെക്റ്റ് ആയിട്ട് പാലട തയ്യാറാക്കാനായിട്ട് വീഡിയോ മുഴുവനായി കാണുക. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള പാലട തയ്യാറാക്കാം. ഞാൻ ചെയ്യുന്ന അളവിൽ ഒരു 8-10 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ള പാലട കിട്ടും. അതിനായിട്ടൊരു വലിയ ഉരുളി തന്നെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു വലിയ പാത്രം വെക്കുക. പാത്രം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഹോൾ ഫാറ്റ് മിൽക്ക് വേണം ഉപയോഗിക്കാനായിട്ട്, അതായത് ഫുൾ ക്രീമുള്ള മിൽക്ക്. 2 ലിറ്റർ പാലെന്ന് പറയുന്നത് ഏകദേശം 8 കപ്പ് പാലാണ്. ഞാൻ 8 കപ്പ് പാലിനാണ് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പാല് നല്ലതുപോലെ കാച്ചിയെടുക്കാം. പാല് നല്ലതുപോലെ തിളച്ച് പൊങ്ങാറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിൽ തിളച്ച് തൂകും. ഇപ്പോൾ ഒരു ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഫ്ലെയിമിൽ തന്നെ വേണം ഇനി നമുക്ക് അങ്ങോട്ട് കുക്ക് ചെയ്യാനായിട്ട്. ആക്ച്വലി ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാല് കുറേ നേരം ആ ഒരേ ചൂടിൽ ഇങ്ങനെ തിളയ്ക്കുമ്പം അതൊരു ബാലൻസ് സ്റ്റേറ്റിലെത്തും. അതുകൊണ്ട് അത് പിന്നീട് തിളച്ച് തൂകത്തില്ല. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. പാലിവിടെ ഏകദേശം ഒരു 1/2 ലിറ്ററോളം വറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ മധുരം നോക്കിയാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഒരുപാട് മധുരം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇനിയും പഞ്ചസാര വേണമെന്ന്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഒരു മോഡറേറ്റ് മധുരമാണ്. അപ്പോൾ ഇനി ഇതിൽ കുറച്ചുകൂടെ മധുരം വേണം. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് കൂടെ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ടോട്ടലി ഞാനിവിടെ ഒരു 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് വറ്റിച്ചെടുക്കാൻ സമയമെടുക്കും. ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ പായസത്തിൻ്റെ കൂടെ നിൽക്കണം എന്നില്ല, ഇതിൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ 1 കപ്പ് അടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയെടുത്ത് വെള്ളം ഊറാനായിട്ട് വെച്ചിരിക്കുകയാണ്. വളരെ ചെറിയ തരി പോലെയുള്ള അടയാണിത്. ഇവിടെ പാല് കുറുക്കിയെടുക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും സമയം പറയുകയാണെങ്കിൽ 1 മണിക്കൂറും 15 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ അട ചേർത്ത് കൊടുക്കുന്നത്. പാല് ഏകദേശം ഒരു 3/4 ലിറ്ററോളം കുറുകിയിട്ടുണ്ട്. ഇനിയും പാല് നമുക്ക് കുറുക്കിയെടുക്കണം. ഇനിയും ഈ പായസത്തിന് ആ പിങ്ക് കളർ കിട്ടുന്നത് ഈ വെള്ളവും പാലും കൂടെ ചേർത്തത് വറ്റുമ്പോഴും, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അടയ്ക്ക് ഒരു കളർ ഉണ്ടാവുമല്ലോ, ആ ഒരു കളറിനും അനുസരിച്ചിട്ടാണ് ഈ ഒരു പിങ്ക് കളറിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ പാലിനിയും വറ്റിച്ചെടുക്കുക. ഇപ്പോൾ പാലട ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. അതേപോലെ ഇപ്പം നോക്കുകയാണെങ്കിൽ പാലൊക്കെ നല്ലതുപോലെ കുറുകി പകുതിയായിട്ടുണ്ട്. അളവ് എത്ര താന്നു എന്നുള്ളത് പാത്രം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതേപോലെ ഇത് നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അടയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു നേരിയ പിങ്ക് കളറും വന്നിട്ടുണ്ട്. അത് ഈ ലൈറ്റിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പായസം ഇനി തണുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ കളർ കിട്ടും. അതേപോലെ പായസം കുറച്ചുകൂടെ തിക്കാവും. പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും ചോദിച്ച് വാങ്ങുന്ന നല്ല ക്രീമി ആയിട്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചുകൂടെ കളറായിട്ടുണ്ട്. സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്, പക്ഷേ കുറച്ച് സമയമെടുക്കും. ഇവിടെ ഞാൻ 2 മണിക്കൂർ എടുത്താണ് ഇത് തയ്യാറാക്കിയത്. പക്ഷേ ടേസ്റ്റിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അത് നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണൂടെ ക്ലിക്ക് ചെയ്യുക. അവനെയും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.